െത്തിയിരിക്കുകയാണ് ലോക. അങ്ങനെ എല്ലാവരും ഏറ്റുവാങ്ങിയിരിക്കുന്നു. എന്താണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ അടുത്ത് പറയാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പുതിയ ലോകം ക്രിയേറ്റ് ചെയ്യാൻ ഓക്കെ, നമുക്ക് കുറച്ച് സമയം കൂടി ബാക്കിയുണ്ട്. ഞങ്ങൾ ഈ സ്റ്റേജിലേക്ക് വരുന്നതിന് മുൻപായിട്ട് ഷംനാഥ് ഭായി പറഞ്ഞിട്ട് പോയി കുറച്ച് നേരം ഒന്ന് ഹോൾഡ് ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ച്. നിങ്ങൾ അവിടെ ഇരിക്കുകയാണെങ്കിൽ ദർ ഇസ് എ സർപ്രൈസ് എന്നുള്ള കാര്യമാണ്. അത് നിങ്ങളെ കുറച്ച് നേരം ഒന്ന് ഇവിടെ വേദിയിൽ തന്നെ നിർത്തുകയാണ്. പോയവർ ഇപ്പോൾ ബേസ്മെന്റിൽ എത്തിയിട്ടുണ്ട്. അവർ ഒരാളെയും കൂട്ടിക്കൊണ്ട് വരുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സീ ഹൂസ് ഇറ്റ്. എനിവേ, അപ്പോൾ നസ്ലൻ അങ്ങനെ ഒരു സൂപ്പർ പവർ കിട്ടുകയാണെങ്കിൽ എന്തായിരിക്കും? നസ്ലൻ ഒരു സൂപ്പർ പവർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഐ എം റിയലി സോറി കേട്ടോ. അവരെത്താനുള്ളൊരു ഡിലേ കാരണമാണ് ഞാൻ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നസ്ലൻ ഇപ്പോൾ ഒരു സൂപ്പർ പവർ, അതെ അതെ, എന്ത് സൂപ്പർ പവർ വേണമെന്നായിരിക്കും ആഗ്രഹിക്കുന്നത്? പറക്കാൻ. അത് ഞങ്ങൾ ഇവിടെ ഉള്ളവര്, പ്രത്യേകിച്ചും അജ്മാൻ എന്നൊക്കെ ദുബായി പോകുന്നത് സ്ഥിരം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഈ ട്രാഫിക് പറക്കാനാണ് ആഗ്രഹം. ഓക്കെ, ചന്തു, എന്തായിരിക്കും ആ ഒരു സൂപ്പർ പവർ? ഞാൻ കുറെ ഇന്റർവ്യൂല് പറഞ്ഞായിരുന്നു, കാശുണ്ടാകുന്ന ഒരു സൂപ്പർ പവർ അതായിരിക്കും എനിക്ക്. ഓക്കെ, അരുൺ. ഞാനും കുറെ ഇന്റർവ്യൂസിൽ പറഞ്ഞു ടെലിപ്പോർട്ടിങ്. ഓ, ഇഷ്ടമുള്ള കാലത്തിലേക്ക് പോവാം, എന്തെങ്കിലും ചെയ്യാൻ തിരിച്ചു വരാം. ഓക്കെ ഓക്കെ. നസ്ലൻ ആൻഡ് കല്യാണി, നിങ്ങളുടെ അടുത്ത് രണ്ടുപേരുടെ ചോദിക്കുകയാണ്. നിങ്ങൾ ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. ഞാനിത് റേഡിയോയിലും ചോദിച്ചതാണ്, ഒന്നുകൂടി ചോദിക്കുകയാണ്. റിയലി സോറി. ഈ പടം എത്രമാത്രം സ്പെഷ്യലാണ് നിങ്ങൾക്ക്? പോസ്റ്റ് ആയിക്കോട്ടെ, ഞാൻ ഇന്നലെ തിയേറ്ററിൽ കണ്ടപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റും എന്താ, എനിക്കൊട്ടും മടുപ്പ് തോന്നിയില്ല ഇതിന്റെ പ്രോസസ്സിൽ. വളരെ ഒരു ഇതുവരെ ചെയ്തിട്ടുള്ള പടങ്ങളിലേക്കാളും. അവിടെ ഒരു ശബ്ദം കേട്ട് തുടങ്ങിയിട്ടുണ്ട്. ആരായിരിക്കും വരുന്നുണ്ട്?